ചവർ സ്റ്റോറി ഫെയിം സിന്ധു അക്കൻ്റെ ഒരടാർ തള്ള്. ജേർണലിസം എന്ന് പറയുന്നത് ഒരു പാഷനാണ്. സത്യത്തിൽ എനിക്കടക്കം ഞങ്ങൾക്ക് എല്ലാവർക്കും അത് പാഷനാണ്. ആ പാഷനുള്ള കാലത്തോളം അത് ഇങ്ങനെ തന്നെ പോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. വലിയ വിവാദമായൊരു കേസാണ്. നമുക്കറിയാം, ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ വീഡിയോ ചിത്രീകരിച്ചു എന്നതാണ് കേസ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റീജിയണൽ എഡിറ്റർ കെ ഷാജഹാൻ, റിപ്പോർട്ടർ നൗഫൽ ബിൻ യൂസഫ് അടക്കം 4 പേർക്ക് ഈ അന്വേഷണ സംഘം കേസെടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഈ പ്രതികളൊന്നും തന്നെയും ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. അതെ, ഞങ്ങൾ ഇങ്ങനെ പോവും. എങ്ങനെ? റേറ്റിംഗിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ സഹപ്രവർത്തകയുടെ മകളെ വെച്ച് ലൈംഗിക പീഡനത്തിന് ഇരയായെന്നും ലഹരി മരുന്നിന് അടിമയാണെന്നും ഇനിയും വാർത്ത ചെയ്യും. എങ്ങനെ? ഞങ്ങളുടെ ടാഗ് ലൈൻ പോലെ. ഞങ്ങളുടെ ടാഗ് ലൈൻ നേരോടെ നിർഭയം നിരന്തരം എന്ന് തന്നെയാണ്. അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഉള്ളിടത്തോളം അത് അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെ ആയിരിക്കണം. ജനം ആഗ്രഹിക്കുന്നതും ഇത് തന്നെയാണ്. വ്യാജ വാർത്തകൾ നേരോടെ നിരന്തരം നിർഭയം ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം.